ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ അർദ്ധസൈനിക സേനകളിൽ അഗ്നിവീറുകൾക്ക് 10% സംഭരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പേർ എനിക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് അയച്ചു തന്നിരുന്നു. അതിനുശേഷം ചോദിച്ചിരുന്നു ഇതിൽ വസ്തുതയുണ്ടോ എന്ന് സംബന്ധിച്ചുകൊണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ഈ വരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ റിട്ടൺ എക്സാമിൻ്റെ ക്ലാസ്സുകളും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ SSC GDക്ക് വേണ്ടിയുള്ള ക്ലാസ്സും നമ്മുടെ അക്കാഡമിയിൽ നൽകുന്നുണ്ട്. അപ്പോൾ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ വീഡിയോയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിരമിച്ച അഗ്നിവീറുകൾക്ക് അർദ്ധസൈനിക സേനകളിൽ 10% സംവരണം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം വിവിധ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. ഈ എല്ലാ പാരാമിലിറ്ററി ഫോഴ്സസിലേക്കും നമുക്ക് അഗ്നിവീറുകൾ അതല്ലെങ്കിൽ ഈ ഒരു അഗ്നിവീറിൻ്റെ ടെന്യൂർ കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാവർക്കും സംവരണം 10% സംവരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. കായിക പരീക്ഷ ഉണ്ടാകില്ല. ആദ്യ ബാച്ചിന് 5 വർഷവും തുടർന്നുള്ള ബാച്ചുകൾക്ക് 3 വർഷവുമാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള നിയമന ചട്ടങ്ങൾക്ക് ഭേദഗതി ചെയ്യുമെന്നാണ് എല്ലാ ഡയറക്ടർമാരെയും, അതായത് എല്ലാ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെയും ഡയറക്ടേഴ്സ് ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മളുടെ ഈ അഗ്നിവീർ പദ്ധതി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഇപ്പോഴാണ് വന്നിരുന്നത്. അതായത് ഈ ഒരു അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ജോലി ലഭ്യമാക്കുമെന്നതിനെ സംബന്ധിച്ചുകൊണ്ടും അതെങ്ങനെയാണെന്നുള്ള അത് ഭാവിയിൽ ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സേനകളുടെയും, അതായത് CISF, CRPF, BSF അങ്ങനെ ഏകദേശം 8ഓളം അർദ്ധസൈനിക വിഭാഗങ്ങളുണ്ട്. ഈ ഒരു വിഭാഗങ്ങളുടെ എല്ലാ ഡയറക്ടേഴ്സും ഇപ്പോൾ അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി SSC GD വഴിയാണ് ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ ഒരു 15-17 വർഷത്തോളം സർവീസ് കഴിഞ്ഞ് എക്സ് സർവീസ്മാൻ എന്ന രീതിയിൽ വിരമിക്കുന്ന അല്ലെങ്കിൽ പട്ടാളക്കാർക്കും ഇതേപോലെ മറ്റ് എക്സാമുകൾ, അതായത് ബാങ്ക് ക്ലർക്ക് എക്സാമുകൾ, അങ്ങനെ വിവിധ എക്സാമുകളിലൊക്കെ അവർക്ക് വീണ്ടും എൻട്രി ചെയ്യാൻ വേണ്ടി സംവരണങ്ങൾ കൊടുക്കാറുണ്ട് എക്സ് സർവീസ്മാൻ എന്ന കോട്ടയിൽ. അപ്പോൾ അതുപോലെ തന്നെ അഗ്നിവീറുകൾക്കും ഈ ഒരു അർദ്ധസൈനിക വിഭാഗത്തിലേക്ക് എൻട്രി എടുക്കാൻ അല്ലെങ്കിൽ ജോലി ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായി സംവരണ ഇളവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള അഗ്നിവീർസിൻ്റെ മുന്നോട്ടുള്ള അവരുടെ കരിയറിന് ഇത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടത് കായിക പരീക്ഷ ഉണ്ടാകില്ല, അതുപോലെ തന്നെ വയസ്സിലും ഇളവുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും തന്നെ അതിൽ നിന്നും ഒഴിവായി കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും, കാരണം ഓൾറെഡി നമ്മൾ ഇന്ത്യൻ ആർമിയുടെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു 2 കാര്യം അല്ലെങ്കിൽ കായിക പരീക്ഷയുടെ ആവശ്യം ഉണ്ടാകുകയില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അഗ്നിവീർ പദ്ധതിയിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരാനുണ്ട്. അതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻറ്റുകളും ഉടൻ തന്നെ ഉണ്ടാവും. അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഈസ് മീ ജയശങ്കർ, സൈനിങ് ഓഫ്.